എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ മത്തിക്കറിയാണ്. അത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കുക്കറിലാണ് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. വല്ലാതെ വഴറ്റലും അങ്ങനത്തെ പ്രക്രിയകളൊക്കെ ഒന്ന് കമ്മിയാക്കിയിട്ടുള്ളൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ഇനി നേരിട്ടിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കണത്. വെളിച്ചെണ്ണ ചൂടായ നമ്മൾ സാധാരണ ചട്ടിയിൽ ചെയ്യണ പോലെ തന്നെയാണ്. കുറച്ചൊരു 1/4 ടീസ്പൂണ് ഉലുവ ഇടുന്നുണ്ട്. ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂണ്. അത് മത്തി എത്രയാണ് എടുക്കണമെന്നുള്ളത് അതിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒരു 1/2 കിലോ മത്തിയാണ് എടുത്തിരിക്കണത്. അതിൻ്റെ ഒരു അളവാണ് പറയണത്. അപ്പം നല്ല ചെറിയ മത്തിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, വേഗത്തിലാവും ചെയ്യും. അതിന് ശേഷം ഒരു സവാള നീളത്തിൽ നുറുക്കിയത് ഇട്ടിട്ട് അതൊന്ന് വഴറ്റുന്നുണ്ട്. ഇത് നല്ല ചുവക്കെ വഴറ്റണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പൊക്കെ ചേർക്കാം. അതിന് ശേഷം ഒരു പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. അതാണ് ഞാൻ നെടുകെ ഒരെണ്ണം മാത്രം കീറിയിട്ടത്. ഉപ്പാണ് ഇട്ടത്. നന്നായി വഴറ്റി അതിൻ്റെ ഒരു ചെറിയൊരു പച്ചമണം മാറ്റിയെടുത്താൽ മതി. ഈ ഒരു പാകത്തിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു തക്കാളി നുറുക്കിയത് ഇടാം. ഞാൻ ഇവിടെ ഒരു തക്കാളി ചേർത്തിട്ടുള്ളൂ. അതിട്ടതിന് ശേഷം കുറച്ചും കൂടി ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം വഴന്ന് കിട്ടുമല്ലോ, അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ടു. അത് നല്ലോണം ഉടയൊന്നും വേണ്ട കേട്ടോ. ഇത് കുറച്ചൊരു ചെറിയൊരു കഷ്ണം പുളി ആദ്യം തന്നെ വെള്ളത്തിൽ, നമ്മുടെ നാടൻ പുളി ഉണ്ടല്ലോ, കുടംപുളിയല്ല, പുളി പിഴിഞ്ഞ വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം കുക്കർ അടയ്ക്കുകയാണ്. അപ്പോൾ ഇത് കുക്കർ അടച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 2 വിസിലാണ് വിളിപ്പിച്ചത്. അതിൽ തന്നെ നമ്മളുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് ഒന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പച്ചമണം പോവും. അതാണ് നന്നായി ചുവക്കെ വഴറ്റേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞത് കണ്ടോ. അതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കുക. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കണം, 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണ്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് അധികം ചേർത്തത്. എന്നിട്ട് നന്നായി അതിൻ്റെ പച്ചമണം പോയി കണ്ടോ, എണ്ണ സൈഡിലൊക്കെ വിട്ട് വരണ ആ ഒരു പരുവാവണ സമയത്ത് കുറച്ചും കൂടി ഉപ്പിട്ടു. നമുക്ക് കറിക്ക് വേണ്ട ഉപ്പ് ഇപ്പം തന്നെ ചേർക്കാം. നന്നായി വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ഗ്രേവി എന്താ വെച്ചാൽ ഇനി മത്തി ഇട്ടതിന് ശേഷം വീണ്ടും വിസിൽ വിളിപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതിനുള്ള വെള്ളവും കൂടി ഞാനൊരു 1/2 ഗ്ലാസ് ചേർക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചെറിയ മത്തികളെ നമുക്ക് നിരത്തി വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 കിലോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നന്നായി വഴറ്റി ജസ്റ്റ് ഒന്ന് ഉടയാത്ത രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി അതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കിയിട്ടൊരു 3 വിസിൽ വിളിപ്പിക്കുക. ഉടഞ്ഞു പോവില്ല കേട്ടോ. അത് കുക്കറിനനുസരിച്ചിട്ടാണ്, പല കുക്കറും പല രീതിയിലാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് വിസിൽ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതാ നമ്മുടെ മത്തി റെഡി ആയിട്ടുണ്ട്. 3 വിസിൽ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ വേണ്ട പാകത്തിന് ഗ്രേവി ഉണ്ട്. അപ്പോൾ കിഡിലൻ ഒരു ഐറ്റമാണ് ഇത്. ചോറിനും ചപ്പാത്തിക്കും എല്ലാറ്റിനും പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയൂ. ഈ പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. താങ്ക് യു.